കിലോമീറ്റർ ചുറ്റളവിൽ, നിങ്ങളുടെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ഏതെങ്കിലും ഒരു വിദേശി വന്ന് ജോലി ചെയ്യുന്നുണ്ടെന്ന് അന്വേഷിക്കണം. ഈവൻ ബംഗ്ലാദേശുകാരനോ ശ്രീലങ്കക്കാരനോ ഭൂട്ടാൻകാരനോ അമേരിക്കക്കാരനോ ഏതെങ്കിലും ഒരു വിദേശി നിങ്ങളുടെ 4 കിലോമീറ്റർ ചുറ്റളവിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് അന്വേഷിക്കണം. അറിയാൻ പറ്റും, അങ്ങനെയുള്ള ഒരു ജോലി ചെയ്യുന്നുണ്ട് അറിയാൻ പറ്റും. വെള്ളക്കാരനെ കണ്ടാൽ അറിയാം, മറ്റ് രാജ്യക്കാരനെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ വിദേശ രാജ്യത്തും നിങ്ങളുടെ പരിസരത്തെങ്കിലും നിങ്ങളുടെ ജില്ലയിലും ആരും ജോലി ചെയ്യുന്നില്ലെങ്കിൽ പോകരുതലേ നിങ്ങൾ ജോലിക്ക് പുറത്ത്. പിന്നെ ഞങ്ങളോട് ചോദിച്ചു, വിദേശികൾ പിന്നെ എന്തിനാണ് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ടല്ലോ, വിദേശികൾ നമ്മുടെ നാട്ടിൽ വരുന്നില്ലേ? എന്തിനാ വരുന്നത്? ടൂറിസത്തിന് അല്ലേ? നാട് കാണാനല്ലേ വരുന്നത്? ജോലിക്കാണോ വരുന്നത്? അല്ല. എങ്കിൽ എടാവേ, നിങ്ങളുമൊക്കെ വിദേശത്ത് പോണേ ടൂറിസ്റ്റായിട്ട് പോണോടെ. ഓത്തൻ സാറാണെന്ന് പറഞ്ഞ വാക്കുകൾ എന്റെ ചങ്കിലായിരുന്നു കയറിക്കൊണ്ടത്. അന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കേട്ട പലവന്മാരും UK യിലും ഓസ്ട്രേലിയയിലും ഒക്കെ എന്നോട് അന്ന് പഠിച്ച് പലരും പുറത്താണ്. പക്ഷെ അത് എന്നെ മാത്രം സ്ട്രൈക്ക് ചെയ്യുന്നു, എന്നെ മാത്രം എന്റെ മനസ്സിലത് കിടന്നു. എടാ, ജോലിക്ക് പോകണമെങ്കിൽ വിദേശത്ത് ജോലിക്ക് പോകരുത്. വിദേശത്ത് പോകണമെങ്കിൽ എങ്ങനെ പോകണം? ടൂറിസ്റ്റ് ആയിട്ട് പോകണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ 9 രാജ്യത്തിന് ടൂറിസ്റ്റ് ആയിട്ട് പോയി തോന്നവനാ. ഇത് നടപ്പിലാക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസം ദുബായിലും ഷാർജയിലും ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശക്തി കണ്ടെത്തിയാൽ മറ്റുള്ളവർ നമ്മളെ കണ്ടെത്തും. ഞാനിപ്പോ ഇവിടെ വന്ന് ചോദിച്ചിട്ടാണ് എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചത്, ആണോ? ഞാൻ സാറിനോട് ചോദിച്ചോ എനിക്ക് ക്ലാസ് എടുക്കാൻ വിളിക്കണമെന്നില്ല. ഞാൻ കണ്ടെത്തിയപ്പോൾ, എന്റെ കഴിവ് ഞാൻ തിരിച്ചറിഞ്ഞപ്പോ എന്നെ സാറ് തിരിച്ചറിയുകയും ഈ ഒരു വേദിയിലേക്ക് ഇതിന്റെ സംഘാടകരോട് എന്നെ ക്ഷണിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് ജർമ്മനിയിലെ ബംഗാളിയാവണോ അതോ ഇന്ത്യയിലെ ബംഗാളിയാവണോ? ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യയിലെ ബംഗാളിയാവണേ. നമ്മള് നിങ്ങൾക്കറിയോ, ഇവിടുന്ന് കാനഡ, ജർമ്മനി, പിന്നെ UK എന്നൊക്കെ പറഞ്ഞ് പോകുന്നവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് അറിയാമോ? 95% പേരും അവിടെ ജർമ്മനിയിലെ ബംഗാളി, UK ബംഗാളി. അതിലും ഭേദമല്ലപ്പ നമ്മൾ മൂന്നാംകട പൗരനാ. അവിടെ അവർ കിടക്കാൻ സ്ഥലമില്ല. ബർഗർ കണ്ടുപിടിച്ചവനെ കണ്ട ബോംബ് വെച്ച് കൊന്നോളെന്ന് ഒരുത്തം പറഞ്ഞത്. പഞ്ഞു കിട്ടുന്നില്ല, കിടക്കാൻ സ്ഥലമില്ല, പഠിക്കണം. ആലപ്പുഴ നമ്മുടെ എന്റെ ഒരു കൂട്ടുകാരൻ തങ്കച്ചൻ എന്ന് പറഞ്ഞ കൂട്ടുകാരന്റെ മോനെ കഷ്ടപ്പെട്ട് ഭയങ്കര ആഡംബരപൂർവ്വം UK വിട്ടെ 2 ആഴ്ച കഴിഞ്ഞപ്പോ അവൻ പള്ളി കണ്ടു. ഞാൻ ചോദിച്ചു, അവൻ എങ്ങനെ നമ്മൾ ഭയങ്കര ആഘോഷമായിട്ട് അവനെ വിട്ടുകണല്ലോ. എന്റെ പൊന്ന് ലാലു, ബിവറേജ് കോർപ്പറേഷൻ, അവിടുത്തെ ബിവറേജ് കോർപ്പറേഷനിലെ ഇവന് ജോലി കിട്ടിയത് 12 മണിക്കൂർ നിന്ന് ബിയർ നോക്കണം. ഇവിടെ ഒരു വെള്ളം എടുത്ത് അങ്ങോട്ട് വെക്കാത്തവൻ 12 മണിക്കൂർ ബിയർ. ഒരാഴ്ച കഷ്ടപ്പെട്ട് ചുമന്ന് പിന്നെ നട്ടലിന്റെ വട്ടക്കൂട്ടുള്ളി അവിടെ കിടന്ന് അവിടെ നിന്ന് വിളിച്ച് പെട്ടെന്ന് കയറ്റി പോ എന്ന് പറഞ്ഞ് പിന്നെ 2ാമത്തെ ആഴ്ച കയറി നാട്ടി വന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഈ പണിയെടുക്കാത്ത ചിലവന്മാരെ അങ്ങോട്ട് തന്നെ വിടണം. പണിയെടുക്കാൻ റെഡിയാണോ? ഇവിടെ നമുക്ക് അവസരങ്ങളുണ്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്, സ്മാർട്ടായിട്ടുള്ള അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല. ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല. ഉപയോഗപ്പെടുത്തിയവരെല്ലാം എന്ത് പറ്റി? ഉപയോഗപ്പെടുത്തിയവരെല്ലാം രക്ഷപ്പെട്ടു.